ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടെൻഡർ നേരത്തെ ഫെഡറേഷൻ വിളിച്ചിരുന്നു. അതിൻ്റെ അവസാന തീയതി അഥവാ ബിഡ് നൽകേണ്ട അവസാന തീയതി ഇന്നലെയായിരുന്നു. ഒരൊറ്റ ബിഡ് പോലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ISL നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ബിഡ് ലഭിക്കാത്തത് എന്നതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിൽ 200 കോടി രൂപ മുതൽ 300 കോടി രൂപ വരെ ഈ കമ്പനികൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ISL നടത്തിയാൽ നഷ്ടം വരാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇവരാരും തയ്യാറാവാത്തത് എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ISL നടത്തിപ്പിനായി ഒരു വർഷം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നൽകേണ്ടത് 37.5 കോടി രൂപയാണ്. എന്നാൽ കമ്പനികൾക്ക് ഇതൊരു തടസ്സമായി തോന്നിയിട്ടില്ല. കാരണം ആദ്യം 50 കോടി രൂപയായിരുന്നു ഫെഡറേഷൻ ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് അത് കുറച്ചുകൊണ്ടാണ് 37.5 കോടി രൂപയായത്. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് താങ്ങാവുന്ന ഒരു തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തുക കേട്ടപ്പോൾ പല കമ്പനികളും ആദ്യമൊക്കെ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ടെൻഡറിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോൾ കമ്പനികൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഓരോ വർഷവും 200 കോടി രൂപ മുതൽ 300 കോടി രൂപ വരെ നഷ്ടം വരാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കമ്പനികൾ എല്ലാവരും ബിഡ് സമർപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ രൂപകൽപ്പന ചെയ്ത ഈ മോഡൽ അത് നിരവധി റിസ്കുകൾ നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇതിൽ നിന്നും പിന്മാറിയിട്ടുള്ളത്. സിറോദയുടെ ഫൗണ്ടറായ നിഖിൽ കമ്മത്തിന് ISLൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ റിസ്ക് തിരിച്ചറിഞ്ഞ അദ്ദേഹവും പിന്നീട് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഒരൊറ്റ ബിഡ് പോലും ഫെഡറേഷന് ലഭിക്കാതെ പോയത്. നമുക്കറിയാം, കഴിഞ്ഞ 15 വർഷത്തോളമായി ISL നടത്തിയത് FSDL ആണ്. പക്ഷെ വലിയ ഒരു നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 5000 കോടിയോളം രൂപയാണ് അവർക്ക് ഈ 15 വർഷത്തിനുള്ളിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു വർഷം ശരാശരി 350 കോടി രൂപയോളം അവർക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഈ നഷ്ടം സഹിച്ചുകൊണ്ടാണ് അവർ ISL നടത്തിയിട്ടുള്ളത്. അതിപ്പോൾ റിലയൻസ് ആയതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. മറ്റേതെങ്കിലും കമ്പനികളായിരുന്നുവെങ്കിൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടി വന്നേനെ. ഇത്രയധികം നഷ്ടം സംഭവിക്കുമ്പോൾ ഇനി ISL നടത്തേണ്ടതില്ല, അതല്ലെങ്കിൽ അത് എടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് FSDL ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വലിയ രൂപത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ബിഡ് വരിക. ഏതായാലും നിലവിൽ നമുക്ക് ISL നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നും പറയാൻ കഴിയില്ല. ആരെങ്കിലും ബിഡ് സമർപ്പിച്ചാൽ മാത്രമാണ്, അതല്ലെങ്കിൽ ISL ഏറ്റെടുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ മാത്രമാണ് ഇന്ത്യയിലെ ഈ ഒരു ഫസ്റ്റ് ഡിവിഷൻ നടക്കുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.